ഓക്കെ ടി ജി ഒരു വാക്കിൽ മറുപടി നൽകാം. സമയപരിമിതി കൊണ്ടാണ് ഒരു വാക്കെന്ന് പറഞ്ഞത്. ഈ ഞാനെന്ത് പറയാനാണ്? മെഡിക്കൽ കോളേജ് ഇല്ല എന്ന് പറയുമ്പോൾ അതിന് പകരം 10 ഹൈസ്കൂളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് വിദ്യാഭ്യാസമല്ലേ? അങ്ങ് പറയുന്ന മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോളേജുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്ക് വേണ്ട അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതല്ലേ ടി ജി ഏറ്റവും പ്രധാനം? അങ്ങ് ഉദ്ദേശിക്കുന്ന ഡോക്ടർമാരെ സൃഷ്ടിക്കുന്നത് മാത്രമാണോ? അല്ലാതെ മാത്രമല്ല അല്ലല്ല അങ്ങ് അദ്ദേഹം വീണ്ടും വീണ്ടും മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല MESനും അതുപോലെ ക്രിസ്ത്യൻ അതൊന്നുമല്ല. ഞാൻ പറയട്ടെ, ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാവുക എന്നതാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് ടി ജി പറയുമ്പോൾ എനിക്ക് സങ്കടം. സമയമില്ല പെട്ടെന്ന് എന്ന് അത് അങ്ങനെ അടിസ്ഥാനമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഹരി ഒരു പോയിന്റ് ഡിഫെൻസീവിലാകുമ്പോഴുണ്ടല്ലോ ഇല്ലാത്ത കാര്യങ്ങൾ മെഡിക്കൽ കോളേജാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് ഞാനിപ്പോ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഒരു മെഡിക്കൽ കോളേജ് NSSന് ഇല്ല. അതിന്റെ കാരണമായിട്ട് ഞാൻ പറഞ്ഞത് സാമൂഹിക കാര്യങ്ങളെക്കാൾ അതാണ് ഞാൻ എന്റെ ഉത്തരം. ഇതാണ് ആയിരക്കണക്കിന് സാധാരണക്കാരായ പിഞ്ചു കുഞ്ഞുങ്ങളെ ഒരു 10ാം ക്ലാസ്സും 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സും വരെ എത്തിക്കുമ്പോ അതാണോ പ്രധാന മെഡിക്കൽ കോളേജ്? അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഒരു മെഡിക്കൽ ശരി ഇരിക്കട്ടെ. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കിയ സ്കൂളുകളുടെ പേരെന്ന് പറഞ്ഞു 34 ഹയർ സെക്കൻഡറി സ്കൂളുകൾ 2002 30 കൊല്ലല്ലേ പറഞ്ഞത്? 2002 നോക്കൂ. 2002 മുതൽ കേരളത്തിലുണ്ടായ 33 ഹയർ സെക്കൻഡറികൾ ഉണ്ടായത് ഈ പറയുന്ന നേതൃത്വത്തിന്റെ അതിൽ നിന്ന് തന്നെയാണ്. ആ നേതൃത്വം ഉള്ളപ്പോൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അറിയാത്തത് കൊണ്ടാണ് അത് ചോദിക്കുമ്പോ നിങ്ങൾക്ക് പൊള്ളുന്നത് ഒരു മെഡിക്കൽ കോളേജ് ഇല്ല. അങ്ങനോട് ചോദിച്ചു സ്കൂളുകളുടെ പേര് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 33 ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഉണ്ടായത് കഴിഞ്ഞ 30 കൊല്ലത്തിനിടയിലാണ് ഉണ്ടായത്. ഈ 33 ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഒരു മെഡിക്കൽ കോളേജിന് തുല്യമാണോ? എനിക്ക് അതെന്തൊരു ഇൻഡിക്കേറ്റർ ആണ് എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മെഡിക്കൽ കോളേജിനെ ഒരു ഇൻഡിക്കേറ്ററായി ഒരു എക്സലൻസിന്റെ അങ്ങ് ഒരു സിവിൽ സർവീസ് അക്കാഡമിയെ കുറിച്ച് പറഞ്ഞു നോക്കൂ. ദാറ്റ് ഈസ് എൻ ഇൻഡിക്കേറ്റർ ഫോർ ഈ പറഞ്ഞതുപോലെ എക്സലൻസ്. മെഡിക്കൽ കോളേജ് എന്നെ സംബന്ധിച്ച് എന്റെ മകൻ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. ഞാൻ പറയുന്നു എന്റെ മകൻ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആയിട്ടുള്ള ആൾ. ഞാൻ പറയുന്നു ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് എക്സലൻസ്. ഞാൻ അടിയുറപ്പിച്ച് പറയണത്. I did not say that it is an indicator of excellence. I only said that you don't have a medical college. That is not an issue. That is not a big problem. That is not a problem. That is not a problem. നമുക്ക് എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഇത് സുകുമാരൻ നായർ സാറിനോട് ചോദിച്ചതാണ്. സുകുമാരൻ നായർ സാർ അതിന് മറുപടിയും പറഞ്ഞു. എന്താണെന്നറിയാമോ? കാശില്ല എന്ന് പറഞ്ഞു. കാശില്ല. അതുകൊണ്ടാണ് ഓണസ്റ്റ് കോടിക്കണക്കിന് രൂപ പിരിച്ച് ഒരു മെഡിക്കൽ കോളേജ് നടത്തണമെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട് കുറഞ്ഞത് 50 കോടി രൂപ ഇല്ലാതെ അല്ലെങ്കിൽ 100 കോടി രൂപ ഇല്ലാതെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ കഴിയില്ല. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിന് അതിന് പൈസ ഉണ്ടാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവസാനിപ്പിക്കാം. എന്തായാലും വളരെയധികം നന്ദി ഈ ചർച്ച സജീവമാക്കിയത്.